ഹായ് മക്കളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലർവാടി ലിറ്റിൽ സ്കോളർ ക്വിസിൻ്റെ പ്രാദേശിക തലം UP ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. UP ക്വസ്റ്റ്യൻ പേപ്പർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെയും വനിതകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ എതിരാളിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യൻ വംശജയുടെ പേരെന്ത്? ആൻസർ കമല ഹാരിസ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച് മലയാള സാഹിത്യത്തെ ധന്യമാക്കി രണ്ട് എഴുത്തുകാർ വിടവാങ്ങിയ മാസമാണ് ജൂലൈ. ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീറും മറ്റൊരാൾ ഉറൂമ്പുമാണ്. ഉറൂമ്പിൻ്റെ ഒരു പ്രശസ്ത കൃതി 2024 70-ാം വാർഷികം ആഘോഷിച്ചു. 2024 സെപ്റ്റംബറിൽ KPSC എന്ന നാടക സംഘം അതിനെ അരങ്ങിലെത്തിച്ചു. ഈ കൃതിയുടെ പേരെന്ത്? ആൻസർ ഉമ്മാച്ചു. 3. ജനഹിതം മാനിക്കാതെ അധികാരത്തിൽ തുടരാൻ ആർക്കും അധികകാലം കഴിയില്ലെന്നാണ് ചരിത്രം. ഇന്ത്യയുടെ അയൽരാജ്യത്ത് ഒരു ഭരണാധികാരിക്ക് 2024 ഓഗസ്റ്റിൽ ജനകീയ പ്രക്ഷോഭത്തിലൂടെ അധികാരം ഒഴിയേണ്ടി വന്നു. ഇന്ത്യയിൽ അഭയം തേടിയെത്തിയ ഈ ഭരണാധികാരിയുടെ പേരെന്ത്? ഉത്തരം ഷെയ്ഖ് ഹസീന. ഏതു രാജ്യത്തെയാണ്? ബംഗ്ലാദേശ്. 4. ജലം നിറച്ചൊരു ചില്ലു പാത്രത്തിലേക്ക് ഒരു സ്കെയിൽ പകുതി ഭാഗം ഇറക്കി വച്ചു. അപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി കാണപ്പെട്ടു. ഇങ്ങനെ തോന്നാൻ കാരണമായ പ്രതിഭാസം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ അപവർത്തനം. 5. ഇരവിക്കുളം ദേശീയോദ്യാനം ഏത് കൊടുമുടിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആനമുടി. 6. ഉപയോഗിക്കാത്ത സമയങ്ങളിലും മൊബൈൽ ചാർജർ സ്റ്റാൻഡ് ബൈ മോഡിൽ വെക്കുന്ന ശീലമുണ്ട് അശ്വിന്. അതായത് ഉപയോഗിക്കാതിരിക്കുമ്പോഴും പ്ലഗിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുന്ന രീതി. ഓരോ ദിവസവും 0.5 യൂണിറ്റ് വൈദ്യുതിയാണ് അവന് ഓരോ ദിവസവും നഷ്ടമാകുന്നത്. ഒരു യൂണിറ്റ് 5 രൂപ എന്ന നിരക്കിൽ 30 ദിവസം കൊണ്ട് അവന് പാഴാക്കുന്ന തുക എത്ര? ആൻസർ 75. 7ാമത്തെ ക്വസ്റ്റ്യന്: ശാരീരിക വൈകല്യമുള്ളവരെയും ഭിന്നശേഷിക്കാരെയും പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന മാനവികതയുടെ സന്ദേശം കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന വേദിയിൽ ലോകം കണ്ട മനോഹര കാഴ്ചയായിരുന്നു. എന്നാൽ പൊക്കം കുറഞ്ഞ ആളുകളെ വിനോദോപാധിയാക്കി തൻ്റെ 18ാം ജന്മദിനം ആഘോഷിച്ച് വിവാദത്തിലായ ബാഴ്സലോണ ഫുട്ബോൾ താരം ആരാണ്? ആൻസർ യമീൻ യമാൻ. ഗോവയിൽ വെച്ച് ശത്രുക്കൾ ഇദ്ദേഹത്തെ വധിച്ച് ശരീരം തുണ്ടം തുണ്ടമാക്കി കൊത്തി നുറുക്കി. അരിശം തീരാഞ്ഞ് തല വെട്ടി ഉപ്പ് പുരട്ടി കണ്ണൂർ അങ്ങാടിയിൽ കുന്തത്തിൽ കുത്തി പ്രദർശിപ്പിച്ചു. വിദേശികളുടെ ആധിപത്യത്തിനെതിരെ അറബിക്കടലിൽ പോരാട്ടം നടത്തിയതിനുള്ള ശിക്ഷയായിരുന്നു ഇത്. ആരെക്കുറിച്ചാണ് ഈ പ്രസ്താവന? ഉത്തരം കുഞ്ഞാലി മരക്കാർ. 9. മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിക്കുന്ന ഈ പ്രസിദ്ധ വചനം ആരുടേതാണ്? ഉത്തരം മുഹമ്മദ് നബി. 10. ശബ്ദങ്ങളുടെ പ്രതിധ്വനികൾ പിടിച്ചെടുത്ത് അതിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു ജലജീവിയാണ് ഡോൾഫിൻ. ഇതേ രീതിയിൽ കരയിൽ സഞ്ചരിക്കുന്ന ജീവി ഏതാണെന്ന് പറയാമോ? ആൻസർ വവ്വാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോകത്ത് വർഷം പ്രതി 30 ലക്ഷം പേരാണ് പുകയില ഉപയോഗം വഴി ക്യാൻസറിന് കീഴ്പ്പെട്ടത്. പുകയിലയിൽ 400ഓളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ 50 എണ്ണവും മാരക രോഗങ്ങൾക്ക് കാരണമാണ്. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ആൻസർ മെയ് 31. 12. നദികൾ കൊണ്ട് മാത്രമല്ല ജലവൈദ്യുത പദ്ധതികൾ, ചെറുകിട അണക്കെട്ടുകൾ എന്നിവയെ കൊണ്ടും സമ്പന്നമാണ് കേരളം. കേരളത്തിലെ ഏത് നദിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്? ആൻസർ പെരിയാർ. വലിയ നദിയും പെരിയാറാണ് അല്ലേ. ചെറുത് ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഇത് കാസർഗോഡ് ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ലയും കാസർഗോഡാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം ഭാരതപ്പുഴയിലാണ് കേട്ടോ. മക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS ക്ലാസ്സുകളും നൽകുന്നുണ്ട് കേട്ടോ. 13. ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമുള്ള വിഭവങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അത്യാഗ്രഹം നിറവേറ്റാനുള്ളതില്ല. ഈ മഹത് വചനം ആരുടേതാണ്? ആൻസർ മഹാത്മാഗാന്ധി. 14. താഴെ പറയുന്ന വിശേഷണങ്ങളുള്ള വ്യക്തി ആരാണെന്ന് പറയാമോ?
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഈ നിയമവിദഗ്ധൻ. ജാതിപരമായ അവഗണനയിൽ പ്രതിഷേധിച്ച് അനുയായികൾക്കൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. മുംബൈയിലെ ദാദറിൽ ചൈതന്യഭൂമി എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. നവംബർ 6 ഇദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. നിയമമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ആൻസർ എന്താണ്? ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? രാജ്ഘട്ടാണ് അല്ലേ. നെഹ്റുവിൻ്റേതോ? ശാന്തിവനം. 15 ബുദ്ധിമതിയും ധീരയുമായ ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന നോവലാണ് ദയ എന്ന പെൺകുട്ടി. മലർവാടി ബാലമാസികയിലാണ് ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ദയ എന്ന പേരിൽ ചലച്ചിത്രമായി. നോവലിസ്റ്റ് തന്നെയാണ് തിരക്കഥ എഴുതിയത്. ഈ എഴുത്തുകാരൻ 2024 ഡിസംബർ 25 അന്തരിച്ചു. എഴുത്തുകാരൻ്റെ പേര് പറയാമോ? ആൻസർ MT വാസുദേവൻ നായർ. 16 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ 52ാം ചീഫ് ജസ്റ്റിസ് 2025 മെയ് 14 സ്ഥാനമേറ്റു. ആരാണെന്ന് പറയാമോ? ആൻസർ ജസ്റ്റിസ് രാമകൃഷ്ണ ഗവായ്. 17ാമത്തെ ക്വസ്റ്റ്യന്, ചരിത്ര പ്രാധാന്യമുള്ള പല ചിത്രങ്ങളും ഇന്ത്യൻ കറൻസിയിൽ മുദ്രണം ചെയ്തിട്ടുണ്ട്. 500 രൂപയുടെ ഇന്ത്യൻ കറൻസിയിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയുടേതാണ്. ചെങ്കോട്ട പണിതത് ആര്? ആൻസർ ഷാജഹാൻ ചക്രവർത്തി. ജൂലൈ 4 തീയതി പുറത്തിറങ്ങിയ പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകളാണ് താഴെ. കണ്ണടച്ചു ജീവനെടുത്തു, വൻ വീഴ്ച, വീഴ്ച ജീവനെടുത്തു, മരണവീഴ്ച, സിസ്റ്റം കൊന്നു, സിസ്റ്റം കിൽഡ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ തലക്കെട്ടുകൾ? ഉത്തരം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട ദുരന്തം. 19ാമത്തെ ക്വസ്റ്റ്യന്, ഇസ്രായേലിൻ്റെ ഉപരോധം മൂലം പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനികൾക്ക് മരുന്നും ഭക്ഷണവുമായി പുറപ്പെട്ട മെഡിലിൻ കപ്പൽ തടഞ്ഞുവെച്ച് അതിലുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. ജൂൺ 2025 ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന ഗസ ഐക്യദാർഢ്യ കപ്പൽ യാത്രയിൽ പങ്കുകൊണ്ട പ്രമുഖ സ്വീഡിഷ് പരിസ്ഥിതി ആക്ടിവിസ്റ്റ് ആര്? ആൻസർ ഗ്രേറ്റ തുൻബെർഗ്. 20 ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടായ മേഖലകൾക്ക് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന പേരെന്ത്? ഉത്തരം ബ്ലാക്ക് സ്പോട്ട്. നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. അതിൽ 1, താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് വ്യക്തി ആരാണെന്ന് പറയുക. സ്വസ്തിക ചിഹ്നം മെയിൻ കാഫ്, നാസി പാർട്ടി. ഉത്തരം അഡോൾഫ് ഹിറ്റ്ലർ. 2, എവറസ്റ്റ് കൊടുമുടി കയറിയ ആദ്യ മലയാളി വനിത ആരാണ്? ആൻസർ സഫ്രീന ലത്തീഫ്. 3ാമത്തെ ക്വസ്റ്റ്യന്, 2025 മെയ്യിൽ അന്തരിച്ച ഡോക്ടർ MR ശ്രീനിവാസനു ചേർന്ന വിശേഷണം ഏതാണ്? A ആണ്, ആണവ റിയാക്ടറുടെ ശില്പി. 4, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ ആർച്ച് പാലം ഉദ്ധംപൂർ ശ്രീനഗർ ബാസാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ്. ഇതിൽ നിന്ന് 359 മീറ്റർ ഉയരവും ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരവും അധികമുള്ള ഈ പാലത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ചെനാബ് പാലം. 5, തപാൽ ഇടപാടുകൾ ഇനി പഴയതുപോലെയാകില്ല. പിൻകോഡ് അടിസ്ഥാനമാക്കിയുള്ള തെരച്ചിലിന് കാലം കഴിഞ്ഞു. പിൻകോഡിന് പകരമായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ സംവിധാനം എന്താണ്? ഉത്തരം ഡിജിപിൻ. 6, ഇന്ത്യയിലെ പുരാതന നാഗരികത നിലനിന്നിരുന്ന മോഹൻജദാരോ ഏത് നദിയുടെ സമീപമായിരുന്നു? ഉത്തരം സിന്ധു നദി. എൻ്റെ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനിയും ക്വിസ് വീഡിയോസ് നൽകുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.